സത്യൻ അന്തിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിൻ്റെ ഓണം റിലീസായിട്ട് എത്തിയിട്ടുള്ള ഹൃദയപൂർവ്വം എന്ന് പറയുന്ന സിനിമ കണ്ടു. ഒരു സത്യൻ അന്തിക്കാട് സിനിമയുടെ ജോണർ ഏതാണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. ഒരു കുടുംബമൊത്തൊക്കെ കാണാൻ പറ്റിയിട്ടുള്ള ഫാമിലി ഫീൽ ഗുഡ് കോമഡി ഡ്രാമ കാറ്റഗറിയിലൊക്കെ വരുന്നൊരു സിനിമ. ഈ ഒരു സിനിമയും ഒട്ടും വ്യത്യസ്തമല്ല, അതേ ഒരു പാറ്റേണിലൊക്കെ തന്നെ നീങ്ങുന്നൊരു സിനിമയാണ്. പണ്ടൊക്കെ വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും ഒരുമിച്ചൊരു സിനിമയ്ക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു 70% അതൊരു സത്യൻ അന്തിക്കാട് സിനിമയായിരിക്കും. കാരണം പാരൻസിനൊക്കെ നമ്മളെ എല്ലാവരെയും കൂട്ടി ധൈര്യത്തോടെ പോകാൻ പറ്റുന്നൊരു 100% ഗ്യാരണ്ടിയുള്ള സിനിമ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് സത്യൻ അന്തിക്കാട് സിനിമ തന്നെയായിരിക്കും. ഇപ്പോൾ സത്യൻ അന്തിക്കാട് സിനിമകൾ കാണുമ്പോൾ ഉള്ള ഏറ്റവും വലിയൊരു മിസ്സിങ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സിനിമകളെ മനോഹരമാക്കിയിരുന്ന ഒരുപാട് അനശ്വര കലാകാരന്മാർ കോമഡി സീനുകളിലും ഇമോഷണൽ രംഗങ്ങളിലും ഒക്കെ നമ്മളിപ്പോൾ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. KPS ലളിത ചേച്ചി ആയാലും ഇന്നസെൻ്റ് ആയാലും മാമുക്കോയ ആയാലും അങ്ങനെയുള്ള ഒരുപാട് കലാകാരന്മാരെ ക്യാരക്ടർ റോളുകൾ ചെയ്തിരുന്ന മഹാന്മാരായിട്ടുള്ള കലാകാരന്മാരെ നമ്മൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണുമ്പോൾ മിസ് ചെയ്യുന്നുണ്ട്. ഹൃദയപൂർവ്വത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ സ്റ്റോറിയിലേക്കൊന്നും പോവാതെ ഒരു ബ്രീസി ഫീൽ ഗുഡ് ഡ്രാമ അങ്ങനെ ഒരുക്കാനായിട്ടാണ് നമ്മളെ ഇങ്ങനെ കുറച്ചൊക്കെ തമാശകളൊക്കെ ആയിട്ട് മുന്നോട്ട് നീങ്ങിയിട്ട് ഒടുവിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് ഇമോഷണൽ ആക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഫീൽ ഗുഡ് ഡ്രാമ ഒരുക്കാനുള്ള ഒരു ശ്രമമാണ് ഹൃദയപൂർവ്വം എന്ന് പറയുന്ന ഒരു സിനിമ. ഈ സിനിമ എനിക്ക് ഒരു ശരാശരി എക്സ്പീരിയൻസാണ് നൽകിയിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു പകുതി മാത്രം, ഒരു 50% മാത്രം വർക്കൗട്ടായിട്ടുള്ളൊരു ഫീലാണ് എനിക്ക് ഈ ഒരു സിനിമ തന്നിട്ടുള്ളത്. സിനിമ ആരംഭിച്ച ആദ്യത്തെ ഒരു അരമണിക്കൂർ ട്രാക്കിലേക്ക് കയറാനായിട്ട് വല്ലാതെ കഷ്ടപ്പെടുന്ന പോലെയാണ് തോന്നിയിട്ടുള്ളത്. അതുവരെയുള്ള സീനുകളൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. പ്രത്യേകിച്ചും കോമഡി രംഗങ്ങളൊക്കെ വർക്കൗട്ടാക്കാൻ ശ്രമിച്ചത് അങ്ങനെ കൃത്യമായിട്ട് വലിയൊരു ചിരിയൊന്നും ഉണർത്തിയിട്ടുണ്ടായിരുന്നില്ല. സിദ്ദീഖിൻ്റെ ക്യാരക്ടറൊക്കെ വരുന്ന സീനുകൾ ഭൂരിഭാഗം കോമഡി ഉദ്ദേശിച്ചിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷേ ആ ഒരു ക്യാരക്ടർ ശരിക്കും ഒരു അരോചകത്വമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു ക്യാരക്ടർ വരുന്ന സീനുകളൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഏറ്റതായിട്ട് തോന്നിയില്ല പേഴ്സണലി. പിന്നീട് അങ്ങോട്ട് സിനിമ ഒന്ന് ഉഷാറാവുന്നത് സംഗീത് പ്രതാപിൻ്റെ വരവോട് കൂടിയിട്ടാണ്. സംഗീത് പ്രതാപ് ഒരു മെയിൽ നേഴ്സായിട്ട് മോഹൻലാലിൻ്റെ കൂടെ വരുന്നു. പിന്നീട് അവരുടെ കോമ്പിനേഷൻ സീനുകളൊക്കെ വളരെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അവർ ഒരു പ്രത്യേക ഘട്ടത്തിൽ സിനിമയിൽ ഇവർ രണ്ടുപേരും കൂടി പൂനെയിലേക്ക് പോകുന്ന ഒരു ഭാഗം വരുന്നുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് സിനിമ വളരെയധികം എൻജോയബിളായിരുന്നു. ഒരു ഇൻ്റർവെൽ പോർഷൻ വരെ നന്നായിട്ട് നല്ല എൻജോയബിളായിട്ട് സിനിമ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒരു സിനിമയുടെ ഒരു ഗ്രേസ് എന്ന് പറയുന്നത് ഈ രണ്ട് അഭിനേതാക്കൾ മോഹൻലാലും സംഗീത് പ്രതാപും തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകൾ, അവരുടെ ഒരു കെമിസ്ട്രി ഒക്കെയാണ്. മുൻപത്തെ സിനിമകളിലൊക്കെ മോഹൻലാൽ ഈ മുകേഷും ജഗതിയുമായിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള തരത്തിലുള്ള കോമ്പിനേഷൻ ഉണ്ടല്ലോ, അതുപോലെ തന്നെ രസകരമായിട്ട് ഒരുപാട് തമാശകളൊക്കെ വരുന്ന രീതിയിൽ വർക്കൗട്ടായിട്ടുള്ളൊരു കോമ്പിനേഷനായിരുന്നു സംഗീതിൻ്റെയും മോഹൻലാലിൻ്റെയും. രണ്ട് ജനറേഷനിലുള്ള ആളുകളാണെങ്കിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സ്കോർ ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ചും ലാലേട്ടൻ്റെയൊക്കെ ഒപ്പം ഒരു സീനിൽ സ്കോർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെ അപ്രിഷ്യേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഒരു കഴിവ് തന്നെയാണ്. അങ്ങനെയുള്ള വളരെ ചുരുക്കം നടന്മാരെ ഉണ്ടായിട്ടുള്ളൂ. സംഗീത് പ്രതാപ് വളരെ നന്നായിട്ട് തന്നെ മോഹൻലാലിനൊപ്പം തന്നെ സ്കോർ ചെയ്ത് പോകുന്നുണ്ട്, കയ്യടി വാങ്ങുന്നുണ്ട്. ആ ഒരു സീനുകളൊക്കെ സിനിമയിലെ ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള ഏറ്റവും എൻജോയബിൾ ആയിട്ടുള്ള രംഗങ്ങളായിരുന്നു. പിന്നീട് ഇൻ്റർവെല്ലിന് ശേഷം വീണ്ടും സിദ്ദീഖിൻ്റെ ക്യാരക്ടർ കയറി വരും. കുറേ വർക്കൗട്ട് ആവാത്ത മൊമെൻറ്റ്സ്, ആ ഒരു ക്യാരക്ടർ സ്ക്രീനിൽ നിന്ന് അങ്ങോട്ട് പോയി കിട്ടിയാൽ മതി എന്ന് നമുക്ക് തോന്നിപ്പോകും. അതിനുശേഷം പടം പിന്നീട് അതിൻ്റെ ഒരു ഇമോഷണൽ പാർട്ടിലേക്ക് കിടക്കുകയാണ്. ആ ഭാഗവും നമുക്ക് അങ്ങോട്ട് കൃത്യമായിട്ട് കണക്റ്റ് ആവാത്ത പോലെയാണ് തോന്നിയിട്ടുള്ളത്. കുറേ ഡൾ മൊമെൻറ്റ്സ് ഇങ്ങനെ വരുന്നുണ്ട്. ആ ഒരു ഇമോഷണൽ പാർട്ടിൽ ആകെ ഒരു ആശ്വാസമായിട്ട് തോന്നിയിട്ടുള്ളത് മോഹൻലാലിൻ്റെ പെർഫോമൻസാണ്. അദ്ദേഹം വളരെ നന്നായിട്ട് തന്നെ, നമ്മൾ പണ്ട് പ്രൈം ടൈമിലൊക്കെ മോഹൻലാൽ അനായാസമായിട്ട് പെർഫോം ചെയ്തതിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ പുള്ളി ചെറിയ മൊമെൻറ്റ്സിലൊക്കെ പെർഫോം ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ചില കാര്യങ്ങളൊക്കെ ഫ്ലാഷ് ബാക്കിലെ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ലൈഫിലെ ട്രാജഡിയൊക്കെ ഓർത്തെടുക്കുന്ന സമയത്തൊക്കെ ഉള്ള ചില മൊമെൻറ്റ്സോ ചില സീനുകളൊക്കെ വളരെ നന്നായിട്ട് മോഹൻലാൽ പെർഫോം ചെയ്യുന്ന പോലെ തോന്നി. പക്ഷേ പല സീനുകളിലും ആ ഒരു ഇമോഷൻ മിസ്സിംഗ് ആയിരുന്നു. കൃത്യമായിട്ട് അതങ്ങോട്ട് കണക്റ്റ് ആവാത്ത പോലെ ഒരു ഫീലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇടവേളയ്ക്ക് ശേഷം വരുന്ന ഭാഗങ്ങളിൽ കുറേ ഭാഗങ്ങളൊക്കെ അങ്ങനെ നിർവികാരമായിട്ട് കടന്നു പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ സ്ക്രിപ്റ്റിൻ്റെ ഭാഗത്തുനിന്നും മേക്കിങ്ങിൻ്റെ ഭാഗത്തുനിന്നുള്ള ചില പാളിച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴേക്കും സിനിമ വീണ്ടും എൻഗേജിങ് ആവുന്നുണ്ട്. അത്യാവശ്യം മോശമല്ലാത്ത രീതിയിലാണ് പടം അവസാനിക്കുന്നത്. ടൈലൻഡിലെ ഒരു സീനുണ്ടായിരുന്നു. അത് ഇത്തരം സിനിമകളിൽ, ഈ ഒരു പാറ്റേണിലുള്ള സിനിമകളിൽ ആ ഒരു ടൈലൻഡ് സീന് വർക്ക് ആവാറുണ്ട്. പക്ഷേ ഇവിടെയും അത് അത്രയ്ക്ക് അങ്ങോട്ട് ഏശാത്ത ഒരു ഫീലാണ് തോന്നിയിട്ടുള്ളത്. എന്തോ ഒരു മിസ്സിങ് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ കണക്ഷൻ ആ ഒരു സീനിനും മിസ്സിങ് ആയിരുന്നു. ടോട്ടലി എനിക്ക് ഒരു സത്യൻ അന്തിക്കാട് ടച്ച് തോന്നാത്ത ഒരു സിനിമ പോലെയാണ് തോന്നിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പഴയ സിനിമകളുടെ ഒരു ശൈലിയിൽ നിന്നും, അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി തന്നെ ആണെങ്കിൽ കൂടി സിനിമ എടുത്തിട്ടുള്ള ഒരു ശൈലി പുത്തൻ സിനിമകളുടെ ഒരു രീതിയിലേക്ക് അപ്ഡേറ്റഡ് ആയിട്ടാണ് ഈ ഒരു പടം എടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ സിനിമയുടെ കോർ ഇമോഷൻസ്, അതിപ്പോൾ തമാശകളായാലും അല്ലെങ്കിൽ ഇമോഷണൽ പാർട്ടായാലും ഒക്കെ മുഴുവനായിട്ടും വർക്കൗട്ട് ആവാത്ത പോലെ ഒരു ഫീലാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. സിനിമയിലെ പാട്ടുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റിൻ പ്രഭാകറാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. സത്യൻ അന്തിക്കാട് സിനിമയിലെ പാട്ടുകൾ എപ്പോഴും കേൾക്കാൻ നല്ല രസമുള്ളതായിരിക്കും. ഇവിടെ നമ്മൾ ഈ ടീസറിലൊക്കെ കണ്ടിട്ടുള്ളൊരു വൈബ് സോങ് ഉണ്ട്, അത് നന്നായിരുന്നു.
അതുപോലെ തന്നെ ടുവേഡ്സ് എൻഡിൽ ഒരു ഇമോഷണൽ പാർട്ടിൽ വരുന്നൊരു സോങ് ഉണ്ട്, അതും വളരെ നന്നായിരുന്നു. അതിനപ്പുറത്തേക്ക് ചില പാട്ടുകളൊന്നും അത്ര വലിയൊരു ഇമ്പ്രസീവായിട്ട് അനുഭവപ്പെട്ടില്ല. സിനിമയുടെ ഛായാഗ്രഹണം അനു മൂത്തേടത്താണ് നിർവഹിച്ചിട്ടുള്ളത്. നോർമലി നമുക്ക് സിനിമയിൽ മോഹൻലാലിനെയൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. ഒരു സ്റ്റൈലിഷായിട്ട് അദ്ദേഹത്തിനെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഭയങ്കര എസ്തെറ്റിക് ആയിട്ടുള്ള ഫ്രെയിംസ് ഒന്നും ഇല്ലെങ്കിൽ കൂടി ഉള്ളതൊക്കെ വളരെ മനോഹരമായിട്ട് എല്ലാ ക്യാരക്ടേഴ്സിനെയും ആക്ടേഴ്സിനെയും കാണാൻ നല്ല രസമായിരുന്നു. നന്നായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. മോഹൻലാലിനെ എനിക്ക് തോന്നുന്നു സമീപകാലത്തൊന്നും അദ്ദേഹത്തിനെ ഈ ഒരു രീതിയിൽ ഇത്ര ഭംഗിയിൽ വേറൊരു സിനിമയിലും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. ടോട്ടലി എനിക്ക് ഒരു സത്യനന്ദിക്കാട് സിനിമ എന്നുള്ള രീതിയിൽ കുറച്ച് നല്ല മൊമെൻറ്റ്സൊക്കെ അങ്ങിങ്ങായിട്ടുണ്ടെങ്കിൽ കൂടി ഒരു പൂർണ്ണ സംതൃപ്തി നൽകാത്ത ശരാശരി സിനിമയായിട്ടാണ് ഹൃദയപൂർവ്വം എന്ന് പറയുന്ന പടം അനുഭവപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളും ഈ സിനിമ കുടുംബത്തോടെ തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഒരുപക്ഷെ നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെട്ടേക്കാം, അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതിരിക്കാം. ഓരോരുത്തരുടെയും ആസ്വാദന തലം വ്യത്യസ്തമായിരിക്കുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും സിനിമ കാണുക. സിനിമ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ എഴുതുക. മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം.